അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ടവരെ, ഞാൻ സ്ഥാനനിർണയത്തിൻ്റെ ക്ലാസ്സിൽ ഇത് മൂന്നാമത്തെ ക്ലാസ്സാണ്. 1ഉം 2ഉം ഞാൻ സംസാരിച്ചിരുന്നു. അതിൽ ഞാൻ ചില ദിശാബോധത്തിൽ ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ആ സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് കണവ്, കണക്ക്, ദാനം, ദിശ. ആ ദിശയിൽ ഞാൻ 2 സംഗതികളാണ് ഇവിടുത്തെ പഴയ കാലഘട്ടത്തിൽ റുബോ മുജയ്യബ് എന്ന് പറയുന്ന ഒരു പലകണ്ടായിരുന്നു. പക്ഷേ റുബോ മുജയ്യബ് പൊട്ടനാണ്. അതിന് ബൂസൂല് കൊടുത്തല്ലാതെ അത് ശരിയാവില്ല. നല്ല കണക്കുമാണ്, പഴയ കാലഘട്ടത്തിലുള്ള കണക്കാണ്. ആ കണക്കനുസരിച്ച് റുബോ മുജയ്യബും ബൂസൂലും കൂടി ഒത്തിണങ്ങിയ 3 റെഡി റെക്കനറി ഞാൻ കാണിച്ചിരുന്നു. ആ 3 റെഡി റെക്കനിൽ റുബോ മുജയ്യബിനാണെങ്കിൽ 21.4ക്കാണ് പിടുത്തം. ബൂസൂലും റുബോ മുജയ്യബും കൂടി ഒത്തിണങ്ങിയ പലകയിലാണെങ്കിൽ 7.6, അതായത് 76ലേക്ക് എത്തൂല. അതായത് അവർ ആവറേജ് മലപ്പുറം ജില്ല. സുമാർ ആലിമ്യങ്ങൾ ചിലവർ പറയുന്നത് ഈ കഞ്ചിക്കോട് നിന്ന് കാസർഗോഡ് വരെ 75ആണെന്ന്. അത് മിക്കവാറും തെല്ലൊക്കെ ശരിയാണ്. അതിന് മസാലപരമായി തെല്ല് കാര്യങ്ങളുണ്ട്. കാരണം മസാലപരമായ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ കിബില ഇവിടുന്ന് നേരിടുമ്പോൾ ആ കിബിലൻ്റെ നേരിടൽ ഇടത്തോ വലത്തോ അല്പസ്വല്പം തെറ്റിയാൽ അത് ആ നേരെ നൂലും ചേരുമ്പോൾ പിടിച്ചാൽ തെറ്റിയാൽ തെറ്റില്ല എന്ന് പറയുന്നുണ്ട്. ആ തെറ്റില്ല എന്ന് പറയുന്നെങ്കിലും ആ റുബോ മുജയ്യബിൻ്റെ നിയമം അനുസരിച്ച് 21.4, അത് ഞാൻ ഇപ്പോൾ തന്നെ കാണിക്കും നിങ്ങൾക്ക് അതിൻ്റെ ആ രൂപം എങ്ങനെയാണെന്ന് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവിടെ ബൂസൂല് വെച്ച റെഡി റെക്കനറിനനുസരിച്ച് 7.6, അതായത് 75.6, അതായത് 75.5 MBയിലേക്ക് എത്തൂല. ആ MBയിലാണ് ഇത് ബൂസൂല് വെക്കേണ്ടത്. ആ ബൂസൂല് MBയിൽ വെച്ചാൽ ഈ റെഡി റെക്കനർ ക്ലിയറാണ് ഈ കാര്യം. അതാണിപ്പോൾ ഞാനിവിടെ വെച്ചിട്ടുള്ളത്. വെച്ചത് നിങ്ങൾക്ക് കാണാം. ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ, അതായത് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് കറക്റ്റ് ചെയ്ത് ആ റുബോ മുജയ്യബ് വെച്ചതിന് ശേഷം അതിലൊരു നൂലുണ്ട്. ഈ നൂല് ഈ റെഡി റെക്കറിന് ക്ലിയറായി വെച്ചാൽ അങ്ങനെ തന്നെ അതാണ് വലിച്ചു കെട്ടിയ നേരെ പള്ളിൻ്റെ ദിശയാണ്. ഇങ്ങനെയാണ് പള്ളിൻ്റെ ദിശ. ഇനി നമ്മൾ പള്ളിൻ്റെ ദിശ നമ്മൾ കാലിന് കണക്കാക്കുകയാണെങ്കിൽ നമ്മൾ നേരെ പടിഞ്ഞാട്ട് നിന്നിരുന്ന് വലത്തേ കാലിൻ്റെ പെരുവിരൽ വലത്തേ കാലിൻ്റെ ചെറുവിരൽ എത്തുന്നത് വരെ തിരിഞ്ഞാൽ നമ്മൾ പള്ളിൻ്റെ ദിശയായി. ഒന്നുകൂടി പറയാം. വലത്തേ കാലിൻ്റെ പെരുവിരൽ വലത്തേ കാലിൻ്റെ ചെറുവിരൽ എത്തുന്നവരെ തിരിഞ്ഞാൽ, നേരെ പടിഞ്ഞാട്ട് തിരിഞ്ഞ് വലത്തേ കാലിൻ്റെ പെരുവിരൽ വലത്തേ കാലിൻ്റെ ചെറുവിരൽ എത്തുന്നത് വരെ തിരിഞ്ഞാൽ എന്തായി? അത് പള്ളിൻ്റെ ദിശയായി. അങ്ങനെ പള്ളിൻ്റെ ദിശ അനുസരിച്ച് കിഴക്ക് പടിഞ്ഞാറ്, തെക്ക് വടക്കിലും കിഴക്ക് പടിഞ്ഞാറിലും പെരക്ക് കുറ്റിയടിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ പള്ളിൻ്റെ ദിശ. ഇനി ഓരോ ഡിഗ്രിയിൽ മാറുന്നതോടും ഇതേ ഡിഗ്രിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ലെവൽ ചെയ്യണം. ഇതേ ഡിഗ്രിയിൽ ലെവൽ ചെയ്താലേ ആ പള്ളിൻ്റെ ദിശ ആവുള്ളൂ. അത് ആവറേജ് കഞ്ചിക്കോട് നിന്ന് കാസർഗോഡ് വരെ ആവറേജ് ശരിയാണ്. കഞ്ചിക്കോട് നിന്ന് കാസർഗോഡ് വരെ. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ? അതിൻ്റെ ക്ലിയറായി വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതാണല്ലേ നമ്മൾ ആ റെഡി റെക്കനർ. പിന്നെ ഇതാണ് ബൂസൂല്. ഇതാണ് നമ്മളെ
റുബു മുജയ്യബ് എന്ന് പറഞ്ഞ പല കണ്ട ഇതിൽ ധാരാളം ഉണ്ട്. ഇത് MT അബ്ദുള്ള മുസ്ലിയാരെടുത്തുനിന്ന് ഞാനിതിനെപ്പറ്റി മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം തന്നതാണ് ഇത്. MT അബ്ദുള്ള മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമാൻ്റെ പ്രധാന ഒരു നേതാവായ ഇതാണ് റുബു മുജയ്യബ്. ഇതിൽ കണ്ടില്ല എല്ലാ വരകളും കുറികളും ഒക്കെ. അപ്പോൾ ഇതൊക്കെ അതിനെ ആഡ് ചെയ്ത് കൊണ്ടിട്ടാണ്. ഇതാണ് ഇന്നലെ ഞാൻ പറഞ്ഞ പിന്നെ ബൂസൂലിൽ ഞാൻ ഉണ്ടാക്കിയ റെഡി റെക്കനറിൽ ഞാൻ എല്ലാം ഒരു തുള ഉണ്ടാക്കിയിട്ട് ആ തുളക്ക് പകരമാണ് ഈ യുക്തി. പക്ഷേ ബൂസൂലില്ലാതെ ഇതൊന്നും സംസാരിക്കില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഇത്. ഇനി കാലിന് നമ്മൾ കിബിലക്ക് തിരിയാണെങ്കിൽ കാലും കയ്യും ആണല്ലോ നമ്മളെന്ന 10 വിരൽ. ആ 10 വിരലും കുത്തിയാൽ റൗണ്ടായുള്ള ഒരു വൃത്താകൃതിയിലുള്ള ഒരു സ്വഭാവം കിട്ടും. ഭൂമിയും വൃത്താകൃതിയിലാണ്. എന്നാൽ കാലിനാണ് വെച്ചെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? നേരെ പടിഞ്ഞാട്ട് തിരിഞ്ഞ് വലത്തെ കാലിൻ്റെ പെരുവിരൽ വലത്തെ കാലിൻ്റെ ചെറുവിരൽ എത്തുന്നവരെ തിരിഞ്ഞാൽ എങ്ങനെയാണോ കിബില കിട്ടുന്നത് അതാണ് ഒന്നാമത്തെ ദിശ. അതായത് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് കറക്റ്റായിട്ട് പെര കുത്തിയിറക്കലാണ് ഒന്നാമത്തെ ദിശ. ആ ഒന്നാമത്തെ ദിശയിൽ ഒന്നാമത്തെ കിബിലൻ്റെ ദിശ ഇതാണ്. ഏതൊരു സംഗതിയും ചെയ്യുമ്പോൾ അത് പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ടാവൽ സുന്നത്താണ്. അവല്ലു ഉജുവാക്കും സത്രൽ മസ്ജിദുൽ ഹറാമി വയസ്സുമാക്കുന്തും എന്ന് പറഞ്ഞ ഖുർആൻ്റെ ആ വെളിച്ചത്തിൽ പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ട് ചെയ്യില്ല. ഇനി എൻ്റെ ഫേസ്ബുക്കിലുള്ള ഓരോ പിന്നെ താനം നോക്കിയതും കുറ്റിയറച്ചതും നിങ്ങൾ കണ്ടാൽ പടിഞ്ഞാട്ട് തിരിഞ്ഞാണ് എല്ലാവരും നിന്നിരുന്നത്. അങ്ങനെ ഞാൻ കുറ്റിയിറക്കും. പിന്നെ മറ്റുള്ളവരെ കൊണ്ടൊക്കെ ഓരോന്ന് മേടിക്കും. അങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഇതിൻ്റെ മറ്റുള്ള വശങ്ങൾ ചെയ്യാം. അപ്പോൾ പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത് കന്നിക്കോടിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറയാം എന്ന് പറഞ്ഞു. കന്നിക്കോടി എന്ന് പറഞ്ഞാൽ തെക്ക് വടക്ക് തെക്ക് പടിഞ്ഞാറ് മൂലയാണ് കന്നിക്കോടി. അത് എവിടുന്ന് വന്ന് എന്തൊക്കെ ഞാൻ വീണ്ടും വിശദീകരിക്കും. അത് അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം കോടി. കന്നി എന്ന് പറഞ്ഞാൽ പ്രഥമ, കോടി എന്ന് പറഞ്ഞാൽ മൂല. അപ്പോൾ ഈ പ്രഥമ മൂല ഏതാണെന്ന് പിന്നെ ഞാൻ വിശദീകരിക്കും. പിന്നെ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. അത് ഞാൻ എൻ്റെ സ്വന്തം വക പറയല്ല. ഇതിൽ ശബ്ദധാരാവലി എന്ന് പറഞ്ഞ ഈ പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ 447 പേജിൽ ഈ കന്നിക്കോടിനെ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ ഇനി അത് എവിടുന്നാണ് വന്ന് എന്ന് പറയണമെങ്കിൽ അത് ഞാൻ പിന്നെ വിശദീകരിക്കും. അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് ഈ കന്നിക്കോടിയിൽ നമ്മളെ ബുദ്ധിപരമായുള്ള ആളുകൾ പാടില്ല എന്ന് പറഞ്ഞത്? അത് കഞ്ചിക്കോട് നിന്ന് കാസർഗോഡ് വരെ അതിൽ ചില കാരണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതും ഞാൻ വിശദീകരിക്കും. പഠിച്ചോൻ ഖൈറാകട്ടെ. സത്യമായിട്ട് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് പഠിച്ചോൻ നമുക്ക് തരട്ടെ. ആമീൻ.